എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. മാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഡ്ഡലി കോരി ഒഴിക്കാം. വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തട്ടിറക്കി വയ്ക്കാം. അപ്പോൾ ഞാനിത് പുതിയതായിട്ട് മേടിച്ച ഇഡ്ഡലി ചെമ്പാണ്. എൻ്റെ കയ്യിൽ കുക്കറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് 14 എണ്ണത്തിൻ്റെയാണ്. അപ്പോൾ തട്ട് വെച്ചു. ഇനി നമുക്ക് അതിലേക്ക് മാവ് കോരി ഒഴിക്കും. നമ്മൾ തട്ടിൽ മാവ് കോരി ഒഴിച്ചു. പിന്നെ അടുത്ത തട്ടുള്ളൂ. 3 തട്ടാണ് ഉള്ളത്. ഒരു 4 കുഴിയുടെ പിന്നെ 2 5 കുഴിയുടെ. ഇനി അടുത്തളയിൽ കോരി ഒഴിക്കാം. തട്ടും വെച്ച് കൊടുത്തു. ഇനി ഇതിൽ മാവ് കോരി ഒഴിച്ചു. ഇനി അവസാനത്തെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് കോരി ഒഴിക്കാം. എല്ലാ തട്ടിലും മാവ് കോരി ഒഴിച്ചു. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ വെന്ത് വരും. അപ്പോൾ ഇഡ്ഡലി വെന്ത് വരട്ടെ. അങ്ങനെ നമ്മളുടെ ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് എടുത്തിടാം. അങ്ങനെ നമ്മളുടെ പൂ പോലത്തെ ഇഡ്ഡലിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പടവ് ഇഡ്ഡലി ഒഴിച്ചു, മാവ് ഒഴിച്ചു. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ പടവും ഇഡ്ഡലി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള പൂ പോലത്തെ ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ചെമ്പിലാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാറ്. കുക്കറിലാകുമ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ വയ്ക്കും. അടിയിൽ നമ്മൾ മീതെ തട്ട് വയ്ക്കുമ്പോൾ ഇഡ്ഡലി വീർക്കുമ്പോൾ അത് അടിയിൽ തട്ടിൻ്റെ കുഴിയുമ്പോൾ പിടിക്കും. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഇറക്കിയെടുക്കാം. തീ ഓഫാക്കിയെടുക്കാം. കണ്ടില്ലേ, രാവിലത്തെ ഭക്ഷണം നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും. നല്ല ചൂട് ഇഡ്ഡലി സാമ്പാറാണ്.